നമസ്കാരം. ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലൈവില്ല. ഏതായാലും ഷാനവാസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഷാനവാസ് ചിലപ്പോൾ നമ്മളെ സിബിനെ പോലെ ആകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം അയാൾക്ക് ഇത് കൊടുത്തിരിക്കുന്ന എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഒരു ശിക്ഷ തന്നെയാണ്. അയാൾക്ക് യഥാർത്ഥത്തിലുള്ള കൂട്ടുകാരനെ മനസ്സിലായിട്ടില്ല, ഇല്ലെങ്കിൽ അയാൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അയാളുടെ കുടുംബങ്ങൾ വന്ന് പറയുമ്പോഴെങ്കിലും അയാൾ മനസ്സിലാക്കണമായിരുന്നു, അതായത് ഇതുപോലെയാണ് ഞാൻ കളിക്കേണ്ടത്, അല്ലാതെ ഇതുപോലെയല്ല. ഞാൻ പറഞ്ഞല്ലോ, അതായത് അയാൾ ശരിക്കും പറഞ്ഞ പെങ്ങൾ പാസത്തിൽ ചേർന്നു പോയി, അതാണ് പറ്റിയത്. ഇപ്പോഴും തന്നെ ആ പെങ്ങന്മാർക്ക് ആ ഒരു സ്നേഹമുണ്ടോ? ഇന്നലെ ഇപ്പോൾ ആദില നൂറമാർ പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടതാണ്. അതായത് അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷാനവാസിനോടോ അല്ലെങ്കിൽ ഒരു അനീഷിനോടോ ഒരു അനുമോളോടോ ഒരാളോടും ഒരു സ്നേഹവും ഇല്ല. അവര് ഈ കളിക്കുന്നത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി മാത്രമാണ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇവർക്ക് പക്ഷേ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹം അങ്ങോട്ട്. അതായത് ആദില നൂറമാർ ഉപദേശിക്കാൻ പോകുന്നു, എന്നാൽ അവരത് കേട്ടവാവുണ്ടോ? അവരിതൊക്കെ കേട്ടിട്ട് അപ്പുറത്ത് പോയിട്ട് രണ്ടാളും കൂടി പറഞ്ഞു ചിരിക്കുക ചെയ്യുന്നത്. ഇതൊന്നും ഇവന്മാർക്ക് മനസ്സിലാകുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഷാനവാസ് ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ നല്ല രീതിയിൽ ഇട്ട് പൊരിച്ചിട്ടുണ്ട്. എന്നാൽ ഷാനവാസ് മാത്രമാണോ കുറ്റക്കാരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള പല കാര്യങ്ങൾക്കും ഒന്നും പറയാതിരുന്ന ലാലേട്ടൻ ഇന്നലെ ഷാനവാസിനെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷാനവാസിന്റെ ഈ എടാപോടാ വിളി, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പിന്നെ പ്രശ്നങ്ങളായതുകൊണ്ടാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഷാനവാസ് ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സാബുമോൻ വന്ന് പറഞ്ഞത് എന്നോട് എടാ പോടാ എന്നൊന്നും വിളിക്കരുത് എന്നാണ്. സാബുമോന്റെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കും. അതായത് അത് പറയാനുള്ള യോഗ്യത ഈ സാബുമോൻ ഉണ്ടോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ അനീഷ് എന്ന് പറയുന്ന ഒരാളുടെ സ്നേഹം മനസ്സിലാക്കാൻ ഈ ഷാനവാസ് എന്ന് പറയുന്നവന് മനസ്സിലായിട്ടില്ല. ജയിലിൽ നിന്നും അയാൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ അച്ഛൻ 9ാമത്തെ വയസ്സിൽ, എനിക്ക് 9 വയസ്സുണ്ടാകുമ്പോഴാണ് അദ്ദേഹം ഇതുപോലെ അസുഖബാധിതനാകുന്നത്. അന്നു മുതൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ മരുന്ന് എടുത്തു കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാനാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു രോഗിയുടെ ഉത്തരവാദിത്വം, ഒരു രോഗിയുടെ കൂടെയുള്ളവരുടെ ഉത്തരവാദിത്വം എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഷാനവാസിന് ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അയാളെ ഞാൻ കൂടുതൽ കെയർ ചെയ്യുന്നുണ്ട് എന്ന് ആ മനുഷ്യൻ പറയുമ്പോൾ പോലും, ആ മനുഷ്യൻ പറയുമ്പോഴാണ് അയാളുടെ ആ ഒരു മനസ്സിൻ്റെ നന്മ നമ്മൾ അറിയേണ്ടത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എഴുന്നേൽപ്പിച്ച് നിർത്തിയപ്പോൾ ഷാനവാസിനോട് ചോദിച്ച ചോദ്യങ്ങൾ, അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഷാനവാസ് നോക്കിയത് തൻ്റെ പെങ്ങന്മാരെയാണ്. അവരുടെ കണ്ണുകൾ എങ്ങോട്ടാണ് പോകുന്നത്? അവരെയാണ് നോക്കിയിരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അത് പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഷാനവാസിനെ എല്ലാവരും ഇവിടെ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചപ്പോഴും അവിടെ എന്ന് പറഞ്ഞാൽ അനീഷ് എന്ന് പറയുന്ന ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇയാളുടെ കൂടെ. ഈ ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥി അന്ന് ക്യാപ്റ്റൻ ആയിരുന്നു. ക്യാപ്റ്റൻ എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് ക്യാപ്റ്റൻ എന്തോ ഒരു ഇതാണ്. അവര് പറഞ്ഞു ഷാനവാസ് മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഇവിടുന്ന് എല്ലാവരും ആഹാരം കഴിക്കുള്ളൂ എന്ന്. ഏതായാലും അതൊക്കെ എന്ന് പറഞ്ഞാൽ പൊട്ടി തകർത്തത് എന്ന് പറഞ്ഞ് പൊട്ടിച്ചു കൈ കൊടുത്തത് ഈ അനീഷ് എന്ന് പറയുന്ന മിത്രം തന്നെയാണ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പം അങ്ങനെ ഈ പിന്നെ നിവിൻ്റെ പ്രശ്നത്തിലായാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കായി കഴിഞ്ഞാലും ഈ ഷാനവാസി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കാര്യം വരെ നോക്കിയില്ല എന്നുള്ളതാണ്. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പെങ്ങന്മാർക്ക് വേണ്ടിയിട്ടാണ് നിന്നത്. അതായത് ആദില നൂറമാർക്ക് വേണ്ടിയിട്ടാണ് നിന്നത്. എന്തൊക്കെ കേട്ട് കഴിഞ്ഞാലും ആ നിമിഷം അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരിത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുള്ളൂ. അതൊന്നുമില്ല. അവര് ഇയാളെ എങ്ങനെ ഒഴിവാക്കണം, ഇയാളെ എങ്ങനെ തേക്കണം എന്ന് വിചാരിച്ച് നടക്കുന്നതാണ്. പക്ഷെ ഇയാൾക്കത് മനസ്സിലാകുന്നില്ല. ഇനി അങ്ങോട്ട് മനസ്സിലാകുന്നു എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷെ നാളെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ തകർന്നു പോയ ഒരു ഷാനവാസിനെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ കാണുന്നത്. മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പുറത്തേക്ക് പോകാനും മതി. കാരണം സിബിനെ നമ്മൾ കണ്ടതാണ്. സിബിൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി അവിടെ കപ്പടിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കപ്പടിക്കും എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു. അവരൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തു പോയതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതാണ്. ലാലേട്ടന്റെ ഇതുപോലെയുള്ള ഒരു സംഭവം താങ്ങാൻ കഴിയാതെ ഇവർ പുറത്തുപോയി. അതുപോലെ തന്നെ ഷാനവാസ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഷാനവാസ് എന്നല്ല, അവിടെയുള്ള പലരും പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പലരും തന്നെ ഗെയിം കണ്ടിട്ടില്ല. അപ്പൊ അനീഷ് കുത്തിയിരുന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതേടിയെന്ന് ഇതാവുക. അനീഷ് ഇതിന്റെ ഒരു പ്രേക്ഷകനാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരാരും കാണാത്തത് അനീഷിന്റെ കുറ്റമല്ല. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ കൂടി ആര്യയെയും അതുപോലെ തന്നെ അക്ബറിനെയും വളർത്തിക്കൊണ്ടുവരാനുള്ള നല്ല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു
പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിസൈൽ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ ഒഴിവാക്കിയത് തന്നെ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ആര്യൻ എന്ന് പറയുന്നവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആര്യനെ കുറിച്ച് കൂടുതൽ ഇത് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ അക്ബറിനെ ഒന്ന് പൊക്കിക്കൊണ്ടുവരിക എന്നുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇവിടെ ഈ ഷാനവാസോ ഇല്ലെങ്കിൽ അനീഷോ ഇവരെ രണ്ടുപേരെയും തമ്മിൽ അടുപ്പിക്കാനാണോ, തമ്മിൽ കൂട്ടിമുട്ടിക്കാനാണോ, ഇനി യോജിപ്പിക്കാനാണോ ഈ ഒരു കഥ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അവിടെ അനീഷ് എന്ന് പറയുന്നവന് ഒരു പോറൽ പോലും ഏൽക്കില്ല എന്ന് ഞാൻ ഉറപ്പു പറയുകയാണ്. കാരണം അയാൾ എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് തന്നെയാണ് പോയത്. അയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഷാനവാസ് ഇയാൾക്ക് നേരെ ചെയ്യുന്ന കാര്യങ്ങൾ വരെ അനീഷിന് അറിയാം. അനീഷിനെ എത്രമാത്രം ഇയാൾ ഊക്കിയിട്ടുണ്ട് എന്ന് അനീഷിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അനീഷിന് ഒരു പോറൽ പോലും ഏൽക്കൂല. ഇപ്പോൾ ഇതിൽ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനുക്കൊക്കെ മാത്രം തന്നെയാണ്. അയാൾ തന്നെ വരുത്തി വെച്ച ഒരു വിനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ അയാൾ ഇവിടുന്ന് കിറ്റ് ചെയ്ത് പോകാം. കാരണം അയാൾ പിടിച്ചു നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അയാൾ അത്രത്തോളം മാനസികമായ സമ്മർദ്ദത്തിലാണ്. മറ്റേതൊരു സിനിമയിൽ പറയുന്നില്ലേ, ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ നിനക്ക് എന്ന് ചോദിക്കുന്നില്ല, അതേപോലെ ഇപ്പോഴൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഷാനവാസ് ഉള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പിന്നെ നമ്മളെ കുമ്പളങ്ങി നൈറ്റ്സിലെ സൗബിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പൊട്ടിക്കരയണോ ചോദിക്കുമ്പോഴേ ഡോക്ടറെ പിടിച്ച് പൊട്ടിക്കരയുന്നില്ല. അതേപോലെ ഇയാൾക്ക് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഒന്ന് പൊട്ടിക്കരയാന്നുണ്ട്. കാരണം അയാൾ എല്ലാ സ്ഥലത്തും തേഞ്ഞൊട്ടിയിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എടാ പോടി എടോ നിലം വിളിക്കുന്നത് അങ്ങനെ ഒരു വലിയൊരു എന്താ പറയുക, അതൊരു വലിയൊരു പ്രശ്നമാക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഇതിലും വലിയ വാക്കുകൾ വിളിക്കുന്നുണ്ട്. അവിടെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആൾക്കാർക്ക് കേൾക്കാൻ കഴിയാത്ത ഡബിൾ മീനിങ് വിളിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. അതും പെണ്ണുങ്ങളാണ്, അല്ലാതെ ആണുങ്ങളല്ല. പെണ്ണുങ്ങൾ അവിടെ ഡബിൾ മീനിങ് പലപ്പോഴും പറഞ്ഞു വിചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ഗോഷ്ഠികൾ കാണിക്കുന്നുണ്ട്, ചില ചീപ്പുകൾ കാണിക്കുന്നുണ്ട് അവിടെ. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു സ്ഥലത്ത് ഇയാൾ ഒരു എടോ പോടാന്ന് വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇയാളങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ടും ഇയാളെയും വിളിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ തനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് ഇതാകാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഷാനവാസ് പല മണ്ടത്തരങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഷാനവാസിന് ഒറ്റയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇത്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഷാനവാസിന് ജയിക്കണം എന്നുണ്ട്, പക്ഷെ അതുകൂടെ തന്നെ എൻ്റെ പെങ്ങന്മാർ കൂടി ജയിപ്പിക്കണം, അവരും കൂടി എൻ്റെ ഭാഗമാണ് എന്നുള്ള തരത്തിൽ. അതുകൊണ്ടല്ലേ ആര്യൻ ആ ഒരു ടാസ്ക് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇയാൾ പോയിട്ട് നേരെ എന്ന് പറഞ്ഞാൽ അതിലിയോട് പറയുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാളെ എല്ലാവർക്കും വിശ്വാസം പോയി. ആ ടാസ്ക് കൊളാക്കിയതോട് കൂടിയിട്ട് ഇയാളിലുള്ള വിശ്വാസം എല്ലാവർക്കും നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പിന്തുണക്കുന്നവരെ പിന്തുണക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ അയാളുടെ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, അല്ലാതെ അയാൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണ് എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അയാളെ ശരിക്കും പറഞ്ഞ അയാളെ ആ ഒരു എന്താ പറയണ്ടേ, ആ ഒരു ഇതിൽ നിന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ചില പ്ലാനുകളുണ്ട്, ബിഗ് ബോസിന് ചില പ്ലാനുകളുണ്ട്. ആ പ്ലാനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാബുമോനെ കൊണ്ടുവന്നത് എന്തിനാണ് എന്നൊക്കെയുള്ള കാര്യം കൃത്യമായിട്ട് നമ്മുടെ പ്രേക്ഷകരെ ചില ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത്? അപ്പൊ അവിടെ ഇപ്പോൾ ഈ ഷാനു ഇതുപോലെ കളിക്കുകയാണെങ്കിൽ അവിടെ പലർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ നേരിടും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഷാനവാസ് അവിടെ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ അവിടെ ആദില നൂറമാർക്ക് ചിലപ്പോഴൊന്നും അവർക്ക് ഒരു ഇതും ഇല്ലാതായി പോകും. ഇനി അവരെയും അതുപോലെ ആര്യനെയും അക്ബറിനെയും ഒക്കെ പൊക്കിക്കൊണ്ടുവരാനുള്ള ഒരു അവസാനത്തെ അടവാണോ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും സംശയിക്കാനില്ല. അപ്പോൾ എല്ലാവരും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനീഷ് ഇനിയും ചതിയിൽ പെടാം. പക്ഷെ അയാൾക്ക് കൃത്യമായിട്ട് ബോധമുണ്ട്, ഷാനവാസൻ ഇങ്ങനെ ചെയ്യും എന്നുള്ള ബോധം അനീഷിന് കൃത്യമായിട്ടുള്ളത് കൊണ്ട് അയാൾ അവിടെ തകർന്നു പോകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.